പ്രിയപ്പെട്ടവരെ, ഇത് കൈത്താക്കാലം ഒന്നാം ഞായറാഴ്ചയാണ്. കഴിഞ്ഞ ഞായറാഴ്ച അബദ്ധത്തിൽ ഈ ദിവസത്തിൻ്റെ വ്യാഖ്യാനം ഇട്ടിരുന്നു. ഒരുപാട് പേരത് കേട്ടിരുന്നു. ആ കേട്ടവർക്കെല്ലാം പ്രത്യേകം നന്ദി. ഇപ്പോൾ പക്ഷേ അതിനേക്കാൾ വ്യത്യസ്തമായ ഒരു വ്യാഖ്യാനമാണ് ഈ ഭാഗത്തെക്കുറിച്ച് നൽകുന്നത്. കൈത്താക്കാലത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രമേയം എന്ന് പറയുന്നത് ശ്ലീഹന്മാരിലൂടെയുള്ള സഭയുടെ വളർച്ചയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൈത്താക്കാലത്തെ ഒന്നാം ഞായറാഴ്ച ശ്ലീഹന്മാരെ കുറിച്ച് ധ്യാനിച്ചാണ് തുടങ്ങുന്നത്. ശ്ലീഹന്മാരുടെ തിരുനാളാണ്. നമുക്കതുകൊണ്ട് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നിന്ന്, നടപടി പുസ്തകത്തിൽ നിന്ന് 5-ാം അധ്യായം 12 മുതലുള്ള വചനഭാഗം വായിക്കാനുണ്ട്. അവിടെ പ്രത്യേകമായി പറയുന്നു, ശ്ലീഹന്മാർ സോളമൻ്റെ മണ്ഡപത്തിൽ ഒരുമിച്ച് കൂടിയിരുന്നുവെന്ന്. ജെറുസലേം ദേവാലയ സമുച്ചയത്തിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള ഒരു പോർച്ചായിരുന്നു അത്. അവിടെ വെച്ച് ഈശോ പ്രബോധനങ്ങൾ നൽകിയിരുന്നു. ആദിമ ക്രൈസ്തവ സമൂഹം അവിടെ ഒരുമിച്ച് കൂടിയിരുന്നു. പ്രത്യേകമായിട്ട് ശ്ലീഹന്മാർ മാത്രം അവിടെ ഒരുമിച്ച് കൂടിയിരുന്നു. ജനങ്ങൾക്ക് ശ്ലീഹന്മാരെ കുറിച്ച് വലിയ ബഹുമാനമായിരുന്നു എന്ന് ആ വചനഭാഗം നമ്മളോട് പറയുന്നുണ്ട്. അതുകൂടാതെ ശ്ലീഹന്മാർ പോകുന്ന വഴികളിൽ രോഗികൾ സുഖപ്പെടാൻ വേണ്ടി അവരെ കിടത്തിയിരുന്നു എന്ന് പറയുന്നു. ഏറ്റവും മനസ്സിന് വല്ലാത്ത തരത്തിലുള്ള ഒരു നിറവ് നൽകുന്ന ഒരു വാക്യം അതിലുള്ളത്, പത്രോസിൻ്റെ നിഴലെങ്കിലും വീഴാൻ വേണ്ടി കൊതിച്ച് ആളുകളെ കിടത്തിയിരുന്നു എന്നുള്ളതാണ്. എത്രയോ വലിയ മാനസിക സന്തോഷം തരുന്ന, ആത്മീയ നിറവ് നൽകുന്ന ഒരു വചനമാണ്. നമുക്കും ചിലപ്പോഴൊക്കെ അതിനോട് ചെറിയതായിട്ടുള്ള അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടല്ലോ. ഈ വചനഭാഗം നമ്മളോട് പറയുന്നത്, നമ്മൾ ക്രൈസ്തവരെന്ന നിലയ്ക്ക്, പ്രത്യേകിച്ച് വൈദികരോ സിസ്റ്റേഴ്സോ ഒക്കെയുള്ള ആളുകൾ കൂടുതലായിട്ട് നമുക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണല്ലോ, ആത്മീയ നിറവിൽ ദൈവിക മനുഷ്യരായിട്ട് മാറണമെന്നുള്ളതാണ്. നമുക്ക് പലപ്പോഴും ഒക്കെ ഈ കുട്ടികളുടെ കുർബാനയ്ക്ക് നമുക്ക് എന്തോ ഒരു മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു സന്ദർഭം ഉണ്ടല്ലോ. കുർബാനയൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ പോകുമ്പോൾ കുഞ്ഞുങ്ങളിങ്ങനെ തിക്കി അവരുടെ ലൈനിൽ നിന്ന് ഇപ്പുറത്തോട്ട് മാറിയിരിക്കുന്നത്, നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ കാപ്പ അവരുടെ ദേഹത്ത് മുട്ടി ഉരമ്പി പോകുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ ഒരു സന്തോഷവും എല്ലാം എത്രമാത്രം നമ്മുടെ മനസ്സിനെ നിറയ്ക്കുന്നതാണ്. ചില കുഞ്ഞുങ്ങൾ കാപ്പയെ പിടിച്ച് വലിക്കുന്ന ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ പലപ്പോഴും അനുഭവിച്ചുള്ളൂ. എത്രമാത്രം നമുക്ക് ആ സമയത്ത് നമ്മുടെ ആത്മീയതയെക്കുറിച്ച്, നമ്മുടെ ആധ്യാത്മികതയെക്കുറിച്ച് നമ്മൾ സ്വയമേവ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ആ പ്രവർത്തനങ്ങളാണ്. ഇപ്പോഴാണ് പത്രോസ്ലീഹായുടെ ഈ കാര്യത്തെക്കുറിച്ച് ഈ നടപടി പുസ്തകം പറയുന്നത്. നമുക്കുള്ള പ്രധാനപ്പെട്ട ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് നമുക്കതിനെ എടുക്കുകയും ചെയ്യാം. നമുക്ക് സുവിശേഷ ഭാഗത്തിലേക്ക് വരാം. ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ അത് 7 മുതലും എന്ന് പറയുന്നു. ഏതായാലും ആദ്യത്തെ ഭാഗം കൂടെ ഉൾപ്പെടുത്തി നമ്മൾ അത് മനസ്സിലാക്കുമ്പോൾ, ഈശോയുടെ ഈ അത്ഭുതവും പ്രബോധനവും ഒക്കെ ലൂക്കാ സുവിശേഷകൻ അവതരിപ്പിക്കുന്നത് 2 പ്രധാന കാര്യങ്ങൾ വിവരിച്ചതിന് ശേഷമാണ്. ഒന്ന്, അത്തിമരത്തെക്കുറിച്ചുള്ള ഒരു ശാപമാണ്. 2, ജെറുസലേമിൻ്റെ വിലാപവും. ഇത് തമ്മിൽ ഈ ഭാഗത്തിന് ബന്ധമുണ്ടെന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത്. അത്തിമരത്തിൻ്റെ ഉപമയിൽ ഈശോ പറയുന്നു, കൃഷിക്കാരൻ വന്നിട്ട് പറയുകയാണ്, ഉടമസ്ഥനോട് പറയുകയാണ്, വെട്ടിക്കളയട്ടെ. ഇപ്പോൾ 2 വർഷമായി, എന്നിട്ട് ഫലമൊന്നുമില്ല. അപ്പോൾ പറയുന്നു 1 വർഷം കൂടെ നിൽക്കട്ടെ. അതിൻ്റെ അർത്ഥം ഇതാണ്, ഈശോയുടെ 3 വർഷത്തെ പരസ്യ പ്രബോധനമാണ്. ഈ ഫലം തരാത്ത അത്തിവൃക്ഷം യഹൂദജനമാണ്, കൊണ്ട് അല്പം കൂടി ക്ഷമിക്കുക എന്ന് പറയുകയാണ്. അപ്പോൾ അവസാനം ഈശോയുടെ തന്നെ വാക്കുകളുണ്ടല്ലോ, ദൈവരാജ്യം നിങ്ങളിൽ നിന്നെടുത്ത് കൂടുതൽ ഫലം തരുന്ന ജനതയ്ക്ക് ഏൽപ്പിക്കപ്പെടും. അവസാനം അത് വിജാതീയരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. വിജാതീയർ ക്രിസ്ത്യാനികളായി മാറുന്നു. അപ്പോൾ ഇത് ഈശോയുടെ ഈ പ്രബോധനങ്ങളൊന്നും സ്വീകരിക്കപ്പെടാതെ പോകുന്നതാണ്. അതുകൊണ്ടാണ് ജെറുസലേമിനെ കുറിച്ച് ഈശോ വിലപിക്കുകയും ചെയ്യുന്നത്. സാബത്ത് സമയത്ത് ഈശോ നടത്തുന്ന അത്ഭുത പ്രവർത്തനങ്ങളെല്ലാം വിമർശിക്കുകയും ഈശോയെ ജനങ്ങൾക്കെതിരാക്കി തിരിക്കുകയും ചെയ്യുന്ന ആ കാര്യങ്ങളെല്ലാം കൂടെയാണ് ഇത് സൂചിതമായ കാര്യം. ഇവിടെ സാബത്ത് ദിവസം ഈശോ അത്ഭുതം പ്രവർത്തിക്കുകയാണ്. മഹോദര രോഗിയെ സുഖപ്പെടുത്തുകയാണ്. അത് നടക്കുന്നത് ട്രാൻസ് ജോർദാനിലാണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ടാണ് ഈശോ ഈ അത്ഭുതം പ്രവർത്തിക്കുന്നതിന് മുമ്പ് ചോദിക്കുമ്പോൾ ആരും ഒന്നും മിണ്ടാത്തത്. അവിടെയുള്ള ഫരിസേയർ
ഒരുപാട് തീവ്രവാദികളായിരുന്നില്ല, ജെറുസലേമിലെ പോലെ കഠിന ഹൃദയരുമായിരുന്നില്ല. ഇവിടെ ഒരു ഫരിസേയനാണ് ഈശോയെ വിരുന്നിന് ക്ഷണിക്കുന്നത്. അപ്പോൾ ഈ അത്ഭുതം നടക്കുന്ന സമയത്ത്, നടത്തതിന് ശേഷം ഈശോ നോക്കുമ്പോൾ ഈ പ്രധാന സ്ഥാനങ്ങൾക്ക് വേണ്ടി അതിഥികൾ തിക്കും തിരക്കും കൂട്ടിയാണ്. അത് യഹൂദരുടെ ഒരു ശൈലിയായിരുന്നു. യഹൂദര് ഇരുന്നിരുന്നത് ഒരു 3 പേര് വെച്ചായിരുന്നു. അതിൻ്റെ നടുക്ക് സ്ഥാനം കിട്ടുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. പ്രധാന അതിഥിയുടെ വശങ്ങളിൽ സ്ഥാനം കിട്ടുക എന്നുള്ളത് അതീവ പ്രാധാന്യമുള്ള കാര്യമാണ്. അപ്പോൾ അതിൻ്റെ മാനദണ്ഡങ്ങൾ എന്ന് പറഞ്ഞാൽ അധികാരം, പദവി, പണം, ഇതൊക്കെയാണ്. ഈശോ ഇതെല്ലാം ശ്രദ്ധിച്ചിട്ടാണ് അതിഥിക്കും ആതിഥേയനും ഉപദേശം കൊടുക്കുന്നത്. ഈ ഒരു ശൈലി അത് ലൂക്കാ സുവിശേഷകൻ കടം കൊള്ളുന്നത് ഗ്രീക്ക് തത്വചിന്തയിൽ നിന്നാണ് എന്നും പറയപ്പെടുന്നു. ഗ്രീക്ക് ഫിലോസഫേഴ്സിൻ്റെ ഒരു രീതിയാണ്. ലൂക്കാ സുവിശേഷകന്റെ ഒരു രീതി ഇതാണല്ലോ, വിരുന്നിൻ്റെ സന്ദർഭങ്ങളിൽ നിന്ന് കൂടുതൽ പ്രബോധനങ്ങൾ നൽകുക. ഈശോ വിരുന്ന് സന്ദർഭങ്ങളിൽ നൽകിയ പ്രബോധനങ്ങൾ കൂടുതലായി ലൂക്കാ സുവിശേഷകനാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗ്രീക്ക് ഫിലോസഫേഴ്സ് ഈ ടേബിൾ ഫെലോഷിപ്പ്, ടേബിൾ ഡിബേറ്റ്, ഇതെല്ലാം ഈ തത്വചിന്തകർക്ക്, ഗ്രീക്ക് തത്വചിന്തകർക്ക് പ്രധാനമായിരുന്നു. അവിടെ വെച്ചാണ് പ്രധാനപ്പെട്ട പല ചർച്ചകളും നടത്തപ്പെട്ടിരുന്നത്. അതേമാതിരിയുള്ള ഒരു ചർച്ചയാണ് ഇവിടെയും നമ്മൾ കാണുന്നത്. സോക്രട്ടീസ് ഈശോ ഈ പറഞ്ഞതുപോലെ തന്നെ പ്രധാന സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനെ വിമർശിച്ചിട്ട് ചർച്ച നടത്തുന്ന കാര്യം നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. ഇവിടെ ഈശോ അതിഥികളോട് പറയുന്നു, നിങ്ങൾ പുറകോട്ട് മാറുക, നിങ്ങൾ പ്രധാന സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കാതെ നിങ്ങൾ പുറകോട്ട് മാറിയാൽ അവിടെ ആതിഥേയൻ വന്നിട്ട് നിങ്ങളെ പ്രധാന സ്ഥാനത്തേക്ക് ക്ഷണിക്കും. അപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ നിങ്ങൾക്ക് പ്രശസ്തി ഉണ്ടാകും. എന്നിട്ട് പറയും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും, തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും. അപ്പോൾ ഇവിടെ ഈശോ സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ഇവിടുത്തെ വിരുന്നിൻ്റെ പ്രധാന സ്ഥാനങ്ങളല്ല നിങ്ങൾ തിരയേണ്ടത്. നിങ്ങൾ ശാശ്വതമായ ഒരു വിരുന്ന്, സ്വർഗരാജ്യത്തിലെ പ്രധാനപ്പെട്ട സ്ഥാനത്തെ കുറിച്ച് ആകുലചിത്തരാവൂ. അവിടെ സ്ഥാനം കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ സ്വയം മാറണം. അതാണ് ഈ അതിഥികൾക്ക് കൊടുക്കുന്ന ഉപദേശത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. സെന്റ് അഗസ്റ്റിൻ പറയുന്ന ഒരു വാക്യമുണ്ടല്ലോ, മാലാഖമാര് പിശാചുക്കളായതിൻ്റെ പ്രധാന കാര്യം അവർ എളിമയില്ലാത്ത കൊണ്ടായിരുന്നു, അവർ അഹങ്കാരികളായിരുന്നു എന്നുള്ളതാണ്. മനുഷ്യൻ മാലാഖയാകുന്നത് കൂടുതൽ വിനയമുണ്ടാകുമ്പോഴാണ് എന്ന് സെന്റ് അഗസ്റ്റിൻ പറയുന്നു. നമുക്കിനി രണ്ടാമത്തെ ഈശോയുടെ ഉപദേശത്തിലേക്ക് വരാം. അവിടെ ആതിഥേയനാണ് ഈശോ ഉപദേശം നൽകുന്നത്. ആതിഥേയനോട് പറയുകയാണ്, നീ വിരുന്നിന് ക്ഷണിക്കുമ്പോൾ നീ ഇതുപോലെ സ്ഥാനങ്ങൾക്ക് വേണ്ടി തർക്കിക്കുന്നവരെ വിളിക്കാതെ വികലാംഗർ, മുടന്തർ, അന്ധർ എന്നിവരെ വിളിക്കുവിൻ. അവർക്ക് നിനക്ക് തിരിച്ച് പ്രതിഫലം നൽകാനാകില്ല. അപ്പോൾ നിനക്കെന്താണ് പ്രതിഫലം പിന്നെ കിട്ടുന്നത്? നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രതിഫലം കിട്ടും. നമുക്കതിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് വന്നാൽ, ഒന്നാമതായിട്ട് ഈശോ ആ കാലഘട്ടത്തിലെ ആത്മീയ ചിന്തയെ തകിടം മറിക്കുകയാണ്, അതിനെ തിരുത്തുകയാണ്. അതായത് യഹൂദരുടെ വിശ്വാസ പ്രകാരം ദേവാലയത്തിലോ വിരുന്നുകളിലോ കുറവുള്ളവർ സംബന്ധിക്കാൻ പാടില്ലായിരുന്നു. മുടന്തുള്ളവർ, അന്ധര്, ഇതൊന്നും അപൂർണരായ ആളുകൾക്കാർക്കും സ്ഥാനമില്ലായിരുന്നു. അതുകൊണ്ടാണ് ദേവാലയ ശുദ്ധീകരണത്തിൻ്റെ സമയത്ത് നമ്മൾ കാണുന്നത് അവിടെ നാണയമാറ്റവും ആടുമാറ്റവും ഒക്കെ നടക്കുന്നത്. മുടന്തുള്ളതിനെയൊക്കെ കൊണ്ടുവന്നിട്ട് അതിനെ കൊടുത്തിട്ട് അതിൻ്റെ പരിഹാരത്തിന് കൂടുതൽ വിലയും കൂടെ കൊടുത്തിട്ട് പൂർണ്ണമായതിനെ വാങ്ങിച്ചു കൊണ്ടുപോവുകയാണ്. ഇവിടെ ഈശോ സ്വർഗരാജ്യം എല്ലാവർക്കുമായി തുറന്നിടുകയാണ്. എല്ലാ കുറവുള്ളവർക്ക് വേണ്ടി, അങ്ങനെയുള്ളവർക്കെല്ലാം വേണ്ടി തുറന്നിടുന്നത് നമ്മൾ കാണുകയാണ്. അപ്പോൾ സ്വർഗരാജ്യം എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇവിടെ നമ്മൾ വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ എന്ന് പറയുന്ന ആ നോവല് പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരികയാണ്. അവിടെ കാണുന്നുണ്ടല്ലോ, മെത്രാൻ്റെ ഈ തിരിക്കാലുകൾ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന ജീൻ വാൽജീൻ എന്ന് പറയുന്ന മനുഷ്യൻ അവസാനം പോലീസ് തെരഞ്ഞ് വരുന്ന സമയത്ത് അദ്ദേഹം പറയുന്ന, മെത്രാൻ പറയുന്നത് എന്താണ്? ഐ ഹാവ് ഗിവൺ ഹിം എസ് എ ഗിഫ്റ്റ്
ഞാനൊരു പാരിതോഷികമായിട്ട്, എന്നാലും അത് പറഞ്ഞാലും പോലീസിനെ അറസ്റ്റ് ചെയ്യാം. ഞാൻ അതുകൊണ്ട് അടുത്ത വാക്യമാണ് പ്രധാനപ്പെട്ടത്. അങ്ങനെ ഒരു പോലീസിനെ അറസ്റ്റ് ചെയ്ത് ഹീസ് മൈ ബ്രദർ എന്ന് പറയുമ്പോഴാണ് പിന്നെ പോലീസിന് തിരിച്ചു പോകേണ്ടി വരുന്നത്. അപ്പോൾ അതിലൂടെ മാനസാന്തരപ്പെടുത്തി കൊണ്ടുവരികയാണ്, എല്ലാവർക്കുമായി സ്വർഗരാജ്യം തുറന്നിടുന്നത്. ഇതാണ് പ്രിയപ്പെട്ടവരെ ക്രൈസ്തവീയതയുടെ ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത്. രണ്ടാമതായി ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം ഇതാണ്: പ്രതിഫലം നൽകാൻ പറ്റാത്തവർക്ക് വേണ്ടി അവരായിരിക്കണം നമ്മുടെ പ്രധാനപ്പെട്ട ചിന്ത എന്ന് പറയുന്നത്. പ്രതിഫലം തരുന്നവരിലേക്ക് മാത്രം നമ്മുടെ മനസ്സ് നമ്മൾ കൊണ്ടുപോകരുത്. സഭ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും അങ്ങനെയാണല്ലോ. പാവപ്പെട്ടവരിലേക്ക്, അനാഥരിലേക്ക് ഒക്കെ ശ്രദ്ധ തിരിച്ച് അങ്ങനെ എല്ലാവരെയും ഒരുമിച്ചിരുത്തി, അങ്ങനെയല്ലേ സത്യം പറഞ്ഞാൽ ഈ ലോകം ജീവിക്കാൻ കൊള്ളാവുന്ന നാടായിട്ട് മാറിയത്, ഉച്ചനീചത്വങ്ങളില്ലാത്ത ആ തരത്തിൽ. അപ്പോൾ അത് നമുക്ക് കൈമോശം വരരുതെന്നാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പോഴൊക്കെ ഈ നമ്മുടെ വലിയ സംസ്കാരത്തെ ഇകഴ്ത്തുകയും ഒക്കെ ചെയ്യുന്ന പ്രവണത കൂടി വരികയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന, ഇന്ന് തന്നെ നമ്മൾ ഒരു കാര്യം കാണുന്നു. ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന ക്രിമിനല്, സൗമ്യയെ കൊന്ന, ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊന്ന ആ ക്രിമിനലിനെ ചില മാധ്യമങ്ങൾ അവതരിപ്പിക്കുന്നത് നോക്കൂ, ചാർലി തോമസ് എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുകയാണ്. അപ്പോൾ എവിടെയൊക്കെ ക്രൈസ്തവ സംസ്കാരത്തെ അയാൾ രക്ഷപ്പെടാൻ വേണ്ടി അവതരിപ്പിച്ച പേരാണെന്നുള്ളത് അറിയുക തന്നെ. ഗോവിന്ദച്ചാമി എന്നാണ് അയാളുടെ പേരെന്നുള്ളത് സുപ്രീം കോടതി എല്ലാ വിധികളിലും നിൽക്കെ തന്നെ ചില ചാനലുകൾ ക്രൈസ്തവ വിരോധം സൃഷ്ടിക്കാൻ വേണ്ടി, അപ്പോൾ ഈ സംസ്കാരത്തെ ഇകഴ്ത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈ അടുത്തിടയ്ക്ക് ഒരു ആൾ പറഞ്ഞാണ്, ഒരു യൂത്ത് പറഞ്ഞാണ്, ഒരു സിനിമ, അത് സുരേഷ് ഗോപി അഭിനയിക്കുന്ന ഒരു സിനിമയാണെന്ന് തോന്നുന്നു, അതിൻ്റെ ആരംഭത്തിൽ അനാവശ്യമായിട്ട് ഒരു പുരോഹിതൻ ആരെയോ പെൺകുട്ടിയെ പീഡിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുക, അനാവശ്യമായിട്ട്, ആവശ്യത്തിനോ അനാവശ്യത്തിനോ ഒക്കെ. അപ്പോൾ ക്രൈസ്തവ സംസ്കാരത്തെ ഇകഴ്ത്തുന്നു പറയുന്നത്, നമ്മൾ ഓർക്കുക, ഈ അനാഥര്, ആലംബഹീനര്, ഇവരെയെല്ലാം ചേർത്ത് പിടിച്ചിട്ട് മഹത്തായ മാനവികതയുടെ സംസ്കാരം നമ്മൾ സൃഷ്ടിച്ചു. അതിനെക്കുറിച്ച് ആത്മാഭിമാനമുള്ളവരായിട്ടും നമ്മൾ വളരേണ്ടതുണ്ട്. ഈ ഭാഗത്ത്, ഈ ഉപമയുടെ ഭാഗത്ത്, ഈ പ്രബോധനത്തിൻ്റെ ഭാഗത്ത് ഈശോ പറയുന്നതാണ്, അവരിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിയണം. അത് ആ ശ്രദ്ധ നമുക്ക് നഷ്ടപ്പെട്ടു പോകരുതെന്നുള്ളതാണ്. മൂന്നാമതായിട്ട്, എല്ലാ വിരുന്നുകളുടെയും ആത്മീയ അംശത്തെക്കുറിച്ച് നമ്മളെപ്പോഴും ഓർക്കണം. വിരുന്നുകൾ നമ്മുടെ മിഥ്യാഭിമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള അവസരങ്ങൾ മാത്രമാകരുത്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഒരു കണക്ക് പുറത്തു വന്നു. 2009-2019 കാലഘട്ടത്തെ താരതമ്യപ്പെടുത്തിക്കൊണ്ടുള്ള വിവാഹ ചിലവിൻ്റെ കണക്കാണത്. 2009 6200 കോടി രൂപയാണ് വിവാഹത്തിന് ചെലവായതെങ്കിൽ അതിൻ്റെ 4 ഇരട്ടി, അതായത് 24,000 കോടിയോളമാണ് 2019 വിവാഹ ചെലവ്. ഇനി നമ്മൾ സൂക്ഷിച്ച് അതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയാവോ? ഏറ്റവും അധികം വിവാഹ ചെലവ് മുന്നോക്ക ക്രൈസ്തവ വിഭാഗത്തിനാണ്. ആവറേജ് 8.5 ലക്ഷം രൂപയാണ് ചെലവ് നമുക്ക് ക്രൈസ്തവർക്കുള്ളത്. അങ്ങനെ പല കുടുംബങ്ങളും കടത്തിലാകുന്നു എന്ന് വരെ പറയുന്നു. ആവറേജ്, അതായത് കല്യാണത്തിൻ്റെ സദ്യയ്ക്കും വീഡിയോയ്ക്കും ഒക്കെ കൂടെ മാത്രമായിട്ടാണ് അത്രയും ചെലവ് നമ്മൾ നടത്തുന്നു എന്ന് പറയുന്നത്. ചില മാമോദീസായുടെ ഒക്കെ സന്ദർഭത്തിൽ ചിലപ്പോൾ നമുക്ക് അത്യന്തം ദുഃഖകരമായിട്ട് നമ്മൾ തോന്നുന്ന കാര്യങ്ങളുണ്ടല്ലോ. എന്താണ്, ഓഡിറ്റോറിയത്തിൻ്റെ വാതുക്കൽ നിന്ന് ഈ പാവം കുഞ്ഞ്, അതിന് 1 വയസ്സ് പോലും ആകാത്ത കുഞ്ഞുങ്ങളൊക്കെയാണ്, അതിങ്ങനെ കാറുകയാണ്, കരയുകയാണ്. ആ കുഞ്ഞുങ്ങളെ ഒരു രഥം പോലത്തെ ഒരു ഇതിലൊക്കെ ഇരുത്തി ഇങ്ങനെ ആഘോഷമായിട്ട് കൊണ്ടുപോയി നോക്കുക. എത്രയൊരു തരത്തിലുള്ള ആഭാസകരമായ കാര്യങ്ങളാണ് നടക്കുന്നത് സത്യത്തിൽ. ഒരു പ്ലേറ്റിന് 1200 രൂപയൊക്കെ. ഇതൊക്കെ ആവശ്യമാണ്, ആഘോഷങ്ങളൊക്കെ ആവശ്യമാണ്. പക്ഷെ അതൊക്കെ പരിധി വിട്ടിട്ട്, അതൊക്കെ അനാവശ്യമായിട്ടുള്ള എന്തൊക്കെയോ ഷോകളായിട്ട് മാറുന്ന രീതി നോക്കുക, എത്രയോ കഷ്ടമാണ്. അപ്പോൾ ഇത് ഈശോ ഇവിടെ പറയും, വിരുന്നിൻ്റെ ആത്മീയതയെക്കുറിച്ച് ഈശോ പഠിപ്പിക്കുകയാണ്. അതിന് ഒരു ആത്മീയ മാനം കൂടെ ഉണ്ട് എന്ന് ഈശോ പഠിപ്പിക്കുന്ന രംഗം കൂടിയാണ്. Subscribe now and press the bell icon. Never miss an update.